നമസ്കാരം. ഓരോ വ്യക്തികളെയും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഭാഗ്യം തുണയ്ക്കുക. ചിലർക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അനുകൂലമായി തീരാം. എന്നാൽ മറ്റു ചിലർക്ക് വളരെ കാലതാമസം പല കാര്യങ്ങളിലും നേരിടേണ്ടതായി വരാം. ചിലപ്പോൾ നടന്നില്ല എന്ന് വരാം. അത്തരത്തിൽ പല വ്യത്യാസങ്ങളും ജീവിതത്തിൽ വന്നു ചേരാം. അതൊരു വ്യക്തിയുടെ കർമ്മഫലത്താലും അവരുടെ ജാതകപ്രകാരം വന്നു ചേരുന്ന ചില ദോഷങ്ങളാലുമാകാം. എന്നാൽ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ പൊതുഫലത്താൽ ചില നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ജനനം മുതൽ ഭാഗ്യശാലികളാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഇവർ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ഭാഗ്യം അനുകൂലമാകുവാൻ മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ഒരല്പം സാധ്യത ഇവർക്ക് കൂടുതൽ തന്നെയാകുന്നു. പറയുന്നത് പൊതുഫലപ്രകാരമായതിനാൽ തന്നെ നിങ്ങളുടെ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ചിലർക്ക് ഇത്തരം കാര്യങ്ങൾ അവരുടെ ജാതകത്തിലെ പ്രശ്നങ്ങൾ മൂലം ലഭിച്ചില്ല എന്ന് വരാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ആ സൗഭാഗ്യങ്ങൾ പ്രധാനമായും ഭാഗ്യം തുണയ്ക്കുന്നത് മൂലം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഭാഗ്യം ഇവരെ തുണയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് ഇവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അപകടങ്ങൾ പോലും ഒരു പരിധിവരെ ഭാഗ്യത്താൽ തടഞ്ഞു നിർത്തുവാനോ അല്ലെങ്കിൽ തരണം ചെയ്യുവാനോ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും ഭാഗ്യം ഇവരെ തുണയ്ക്കുന്നതാണ്. ചില സമയങ്ങളിൽ ദൗർഭാഗ്യം വന്നു ചേരും. എന്നിരുന്നാൽ പോലും പ്രധാനമായും ഭാഗ്യം ഇവർക്ക് കൂടുതലായും അനുകൂലമാകുന്ന നക്ഷത്രക്കാർ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരായ വ്യക്തികൾക്കും ഭാഗ്യം ജന്മനാൽ സിദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാരാകുന്നു. ഭാഗ്യശാലികളാണ് എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും ഇവർക്ക് പ്രകടമായി തുടങ്ങും എന്നതാണ് വാസ്തവം. ജാതകപ്രകാരം ചില മാറ്റങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും പല അവസരങ്ങളിലും ഭാഗ്യത്താൽ പല കാര്യങ്ങൾ നടക്കുകയോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയോ അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. തൊഴിൽപരമായോ ബിസിനസ് പരമായോ വിദ്യയുമായി ബന്ധപ്പെട്ടോ മറ്റ് കാര്യങ്ങളിലോ ഇത്തരത്തിൽ ഭാഗ്യം തുണയ്ക്കുകയും കാര്യങ്ങൾ ഇവർക്ക് കൂടുതൽ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജീവിതത്തിൽ വന്നു ചേരേണ്ട ചില ദുരിതപൂർണമായ കാര്യങ്ങളെ ഇവർക്ക് ഇത്തരത്തിൽ ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ ഇവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. താരതമ്യേന ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ പല അവസരങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുകയും തന്മൂലം പല കാര്യങ്ങളിലും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ബിസിനസ് പരമാകാം, തൊഴിൽപരമാകാം, അല്ലെങ്കിൽ വിദ്യയുമായി ബന്ധപ്പെട്ടോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. മറ്റു വ്യക്തികൾക്ക് ലഭിക്കാതിരിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കാനുള്ള സാധ്യതകൾ അഥവാ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായും അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് അല്പം ഇത്തരം സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാരായ വ്യക്തികൾ ജീവിതത്തിൽ പല നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാർ തന്നെയാണ്. ജീവിതത്തിൽ ചില അവസരങ്ങളിൽ കഷ്ടതകൾ ദൗർഭാഗ്യം പിന്തുടരും. എന്നിരുന്നാൽ പോലും ഭാഗ്യം ഇവരെ കൂടുതലായും അനുകൂലമാകുന്ന തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പ്രധാനമായും ജന്മനാൽ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ അഥവാ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാണ് പൂയം നക്ഷത്രക്കാർ. ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അത് പ്രകടമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചില കാര്യങ്ങൾ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേരേണ്ട ദോഷകരമായ കാര്യങ്ങളെ പോലും അത് ഇവർക്ക് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കും. കൂടാതെ ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ കൈവയ്ക്കുന്നതായ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ നഷ്ടം വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനോ അല്ലെങ്കിൽ ചില അപകടങ്ങളിൽ നിന്നും
ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടാനുള്ള സാധ്യതകളോ വളരെ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. സർപ്പവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ഒരു നക്ഷത്രം തന്നെയാണ് ആയില്യം നക്ഷത്രം. ആയില്യ നക്ഷത്രത്തിന് പല സ്വഭാവ സവിശേഷതകളും ഉള്ളവരാകുന്നു. എന്നാൽ ജന്മനാൽ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന, പല കാര്യങ്ങളിലും ഭാഗ്യം തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രകടമാകും എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ജീവിതത്തിൽ ഉയർച്ച നേടുവാനോ നേട്ടങ്ങൾ കൊയ്യുവാനോ വന്നു ചേരേണ്ട അപകടങ്ങളെ തരണം ചെയ്യുവാനോ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. അതിനാൽ തന്നെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും ഇത്തരത്തിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ വന്നു ചേരുന്ന അവസരങ്ങൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഭാഗ്യം ജന്മനാൽ സിദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാരാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും ഭാഗ്യം ഇവർക്ക് അനുകൂലമാകുന്നതായ സാഹചര്യങ്ങൾ പ്രകടമാകും. ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ, സ്വീകാര്യത വർദ്ധിക്കുക, മറ്റുള്ളവർക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാകുന്നു. കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്ത് തട്ടിപ്പോയി എന്ന് പലരും പരാമർശിക്കുന്നതാകുന്നു. അത്തരത്തിൽ സംഭവിക്കാൻ അഥവാ വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങളെ പോലും ഒരു പരിധി വരെ ഇത്തരത്തിൽ തടയുവാൻ ഇവർക്ക് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. പല ചതികളിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. അത്തരത്തിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ പല കാര്യങ്ങളിൽ വിജയങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഇവർക്ക് വളരെ കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരായ വ്യക്തികൾക്കും ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ജന്മനാൽ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ തന്നെയാണ് ഉത്രം നക്ഷത്രക്കാർ എന്ന് നിസ്സംശയം പറയാം. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയം നേടുക, കാര്യങ്ങൾ തങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രം തന്നെയാണ് ഉത്രം നക്ഷത്രം. ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ തന്നെ പല അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാം. അതിനാൽ തന്നെ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനാൽ തന്നെ വന്നു ചേരുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനും ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ അതിൽ വിജയങ്ങൾ നേടുവാനുമുള്ള സാധ്യതകൾ അഥവാ സാമ്പത്തികപരമായോ മറ്റു നേട്ടങ്ങളോ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഭാഗ്യം കൂടുതൽ അനുകൂലമാകുന്നതായ സാഹചര്യം തന്നെ ജീവിതത്തിൽ വന്നു ചേരാം. പലപ്പോഴും പല കാര്യങ്ങളും പ്രതികൂലമാകും എന്ന് വിചാരിച്ചാൽ പോലും അത് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. മറ്റുള്ളവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇവരെ ഭാഗ്യം ചില അവസരങ്ങളിൽ തുണയ്ക്കും എന്ന് തന്നെ പരാമർശിക്കാം. ധനപരവും അതേപോലെ ബിസിനസ് പരവും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വിദ്യയുമായി ബന്ധപ്പെട്ടും ഉയർച്ചകൾ, ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാർ തന്നെയാകുന്നു. മറ്റൊന്ന് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവിട്ടം നക്ഷത്രക്കാർക്ക് ജന്മനാൽ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന, ഭാഗ്യം അനുകൂലമാകുവാൻ സാധ്യത കൂടുതൽ പരാമർശിക്കുന്ന നക്ഷത്രക്കാരാകുന്നു. അതിനാൽ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഭാഗ്യമുള്ളതിനാൽ തന്നെ ലാഭം നേടുവാൻ സാധ്യതയുള്ള ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങൾക്ക് അനുകൂലമായ തൊഴിൽ ലഭിക്കുക, തൊഴിലുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ, ബിസിനസ് പരമായ ഉയർച്ച, കൂടാതെ ധനപരമായ നേട്ടങ്ങൾ, വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുകയോ അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചാൽ അത് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ അവിട്ടം നക്ഷത്രക്കാർക്ക് കൂടുതലാകുന്നു. മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്.
തിരുവാതിര നക്ഷത്രക്കാർക്കും ജന്മനാൽ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാകുന്നു. ഭാഗ്യം അനുകൂലമാകുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം തന്നെയാണ് തിരുവാതിര നക്ഷത്രക്കാർ. ചെയ്യുന്ന പ്രവൃത്തികളിൽ വന്നു ചേരുന്ന അവസരങ്ങളിൽ എല്ലാം തന്നെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഭാഗ്യം അനുകൂലമാകുന്നു എന്ന പ്രതീതി അല്ലെങ്കിൽ അത്തരത്തിലൊരു അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് സഹായം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ സ്വന്തമാക്കുക, സാമ്പത്തികപരമായ ഉയർച്ച പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരുക, ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതലാകുന്നു. മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വന്നു ചേർന്നാൽ പോലും ഭാവിയിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രം തന്നെയാകുന്നു. എന്നാൽ രേവതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ ജന്മനാൽ ഭാഗ്യം തുണയ്ക്കുന്ന നക്ഷത്രമായി തന്നെ പരാമർശിക്കാം. അതിനാൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രം തന്നെയാണ് രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർ അതിനാൽ വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ വിജയങ്ങൾ പോലും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം.